നമസ്കാരം, ഞാൻ രവീന്ദ്രൻ ആശാൻ. ഇന്ന് എന്നോടൊപ്പം ഉള്ളത് പാലപ്പൂരിലെ ഏറ്റവും സുപ്രസിദ്ധനായ ഗുരുക്കളായ ശ്രീ സുന്ദരേശൻ ആശാനും നിങ്ങൾക്കേവർക്കും പരിചിതനായ ബാബുരാജ് ആശാനുമാണ്. ഞങ്ങൾ മൂന്നുപേരും ചേർന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് സാധാരണ ആയുർവേദ ഗ്രന്ഥങ്ങളിലും മറ്റ് രീതിയിലും പരാമർശിക്കപ്പെട്ടിട്ടില്ലാത്ത ഒരു ഔഷധ സസ്യത്തെയാണ്. ഇതാണ് ആ ഔഷധ സസ്യം. ഇതിൻ്റെ പേര് തിരുമേനി പച്ച എന്നാണ്. തിരുമേനി പച്ചയാണ്. ഈ തിരുമേനി പച്ചയെ പറ്റി നമ്മുടെ ആശാൻ എന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് ആശാൻ്റെ വീട്ടിൽ നിന്നാണ് എടുക്കുന്നത്. ആശാൻ നിങ്ങളോട് പറയുന്നത്, ഇത് തിരുമേനിപ്പച്ച എന്നറിയപ്പെടുന്ന ഒരു സസ്യമാണ്. ഇതിൻ്റെ ഉപയോഗം ഇത് തിരുമേനി എണ്ണ, കായത്തിരുമേനി, തലവേദനയ്ക്കുള്ള എണ്ണകൾ കാച്ചുമ്പോൾ അതിൽ ഉപയോഗിക്കേണ്ട ഒരു എണ്ണ. ഇതൊരു മൂട് പട്ട് നിൽക്കുകയാണ്. ഇതിൻ്റെ പ്രായം ഇത്രയാണ്. ഏറ്റവും കൂടിയാൽ 3 മാസം. അതിൻ്റെ പൂ ഇതാണ്. ഇതെല്ലാം വിത്താണ്. ഈ വിത്ത് നമുക്ക് കണ്ണിൽ കാണാൻ പറ്റാത്ത തരത്തിലുള്ള വിത്താണ്. ഇത് കയ്യിലെടുത്താൽ ഇതിൻ്റെ വിത്ത് പ്രത്യേകം എടുക്കാൻ നമുക്ക് പാടാണ്. പക്ഷേ ഇതിന് നമ്മൾ ഏതെങ്കിലും ഒരു ചട്ടിയിൽ നല്ല മണ്ണും ചാണകപ്പൊടിയും ഇട്ടിട്ട് ഇതിനെ വിതച്ചിട്ട് കഴിഞ്ഞാൽ ഇതിൻ്റെ തൈകൾ ഇഷ്ടം പോലെ പൊടിക്കും. പക്ഷേ ഇത് പല സ്ഥലത്ത് വാങ്ങിക്കാൻ കിട്ടുന്നുണ്ട്. ഇപ്പോൾ ഞാൻ വർഷങ്ങൾ അന്വേഷിച്ചിട്ട് ഇത് കിട്ടിയില്ല. ഈ അടുത്ത കാലത്താണ് എനിക്ക് കിട്ടിയത്. ഇത് ഒരു മൂടിൽ തന്നെ ഒരുപാട് വിത്തുകളാണ്. ഇത് നല്ല ചാക്കിൽ വെച്ച് കഴിഞ്ഞാൽ ഒരാൾ പൊക്കം വരെ പൊങ്ങും. പക്ഷെ കൂടിയാൽ ഒരു 3 അല്ലെങ്കിൽ 4 മാസം കഴിയുമ്പോൾ ഇത് നശിച്ചു തുടങ്ങി. ഇതാ മൊത്തം വിത്തായിരിക്കുകയാണ്. പൊതുവെ ശ്വാസവൈഷമ്യം, ഈസ്നോഫീലിയ, കഴുത്തിൽ വരുന്ന ചെറിയ ഉടക്കുകൾ, ഇങ്ങനെ പോലെ ഇതിനൊക്കെ എണ്ണ കാച്ചാനായിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. തിരുമേനി പച്ച എന്ന് പലരും പലതാണ് എടുക്കുന്നത്. അദ്ദേഹത്തിൻ്റെ കുടുംബം പരമ്പരാഗതമായി ഉപയോഗിച്ചുകൊണ്ട് വരുന്നത് ഈ പച്ചലയാണ്. ഇത് ചെറിയ ഒരു പ്രയോഗം ഞാൻ പറഞ്ഞുതരാം. ഇതിൻ്റെ സമൂലം എടുത്ത് അതിൻ്റെ നീരെടുത്ത് അത് 1 ലിറ്റർ എടുക്കുക. 1 ലിറ്റർ വെളിച്ചെണ്ണ, അതിൽ 60 ഗ്രാം അതിമധുരം, 10 ഗ്രാം കരിഞ്ജീരകം ഇവ ചേർത്ത് എണ്ണ കാച്ചി തലയിൽ തേച്ച് കഴിഞ്ഞാൽ നീരിറക്കം, അതുപോലുള്ള കഫരോഗങ്ങൾ, കഴുത്തിൽപ്പിടുത്തം, ഈസിനോഫീലിയ തുടങ്ങിയവയൊക്കെ ശമിക്കുന്നതാണ്. ഞങ്ങളുടെ ഈ ലഘു വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. നന്ദി, നമസ്കാരം.